السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് അവൻ്റെ ഔദാര്യവും അനുഗ്രഹവുമായി നൽകുന്നതാണ് ഈമാൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഹിദായത്ത് എന്നുള്ളത്. അത് ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ നേരാവണ്ണം നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിൻ്റെ ഹക്കുകളെല്ലാം വീട്ടി അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയും അതിനെ വർദ്ധിപ്പിക്കുകയും അങ്ങനെയെല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ളത്, അതിന്ന് പിഴച്ചു പോകാതെ. ഇവിടെ നമുക്ക് ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയമായ ഈമാൻ, അതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നാം പലപ്പോഴും ആലോചിക്കേണ്ട ഒരു വിഷയം, നമുക്ക് വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. നമ്മുടെ കച്ചവടം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, അങ്ങനെ മറ്റു പല കാര്യങ്ങളും. എന്നാൽ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയുന്നത് പോലെ മരണമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ അവസാനിക്കുന്ന കാര്യങ്ങളും ബന്ധങ്ങളും മാത്രമേ ദുനിയാവിൽ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ പരലോകത്തേക്ക് അപ്പോൾ ഉപകാരപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ് ഈമാൻ. അതുകൊണ്ട് തന്നെ ഈമാനിനെ കുറിച്ച് വ്യക്തമായ ബോധവും വ്യക്തമായ ധാരണയും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അത് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമായ ഇമാം സഅദി റഹിമഹുല്ല രചിച്ച അത്തൗളീഹ് വൽ ബയാൻ ലിഷജറത്തിൽ ഈമാൻ, ഈമാനിൻ്റെ വ്യത്യസ്ത ശാഖകളെക്കുറിച്ച് വ്യക്തമാക്കുന്ന, വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന് ഉള്ള നിലയ്ക്ക് അദ്ദേഹം പേര് നൽകിയ ഈ ഗ്രന്ഥം നാം നോക്കിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നാം 2 ദർസുകൾ നമ്മൾ എടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയാണ് നാം ഇന്ന് നോക്കുന്നത്. അതിൽ കഴിഞ്ഞ ദർസുകളിൽ നാം സൂചിപ്പിച്ച വിഷയം എന്നാൽ, എന്താണ് ഈമാൻ, ഈമാനിൻ്റെ തഅരീഫ് എന്താണ്, ഈമാനും അഅ്മാലുകളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈമാൻ മറ്റെന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള വിഷയങ്ങളാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇമാം സഅദി റഹിമഹുല്ലാഹ് കൊടുക്കുന്ന അടുത്ത ഹദീസാണ്. അദ്ദേഹം കൊടുക്കുന്നു, വകദാലിക ഫിസ് സഹീഹൈൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസ് പറയാണ്, മിൻ ഹദീസ് അബീ ഹുറൈറത അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബഹ أعلاها قول لا إله إلا الله وأدناها إماتة الأذى عن الطريق والحياء شعبة من الإيمان. അപ്പോൾ എന്താണ് ഈമാൻ എന്ന് മനസ്സിലാക്കുമ്പോൾ ഈമാനുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഹദീസാണിത്. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബഹ. ഈമാൻ എന്ന് പറഞ്ഞാൽ, ബിദ്അ എന്ന് അറബിയിൽ ഉദ്ദേശിക്കുന്ന പദം ഒരു അദദാണ്, എണ്ണമാണ്.
അത് അറബി ഉലമാക്കൾ പിന്നെ പല രീതിയിൽ അധികവും പറയാറുള്ളത് 3-ൻ്റെയും 9-ൻ്റെയും ഇടയിലുള്ള ഒരു എണ്ണം എന്നുള്ള നിലക്ക്. സാധാരണ ചിലർ 9 എന്നൊക്കെ പറയാറുണ്ട്. അതല്ല, അത് കൃത്യമാക്കിയിട്ടില്ല എന്നുള്ള നിലക്കും പല ചർച്ചകളുണ്ട്. എന്തായാലും 70 ചില്ലാനം, മറ്റൊരു റിവായത്തിൽ 60 ചില്ലാനം ശുഅബ ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളുണ്ട് ഈമാൻ, വ്യത്യസ്ത ഭാഗങ്ങൾ. അഅ്ലാഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. വ അദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അതിലേറ്റവും താഴ്ന്നത് എന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ എടുത്തു മാറ്റലാണ്. വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ, ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ, ശുഅബത്തു മിനൽ ഈമാൻ, ഈമാനിൻ്റെ ഭാഗമാണ്. നാം പറഞ്ഞിരുന്നു എന്താണ് ഈമാനിൻ്റെ തഅരീഫ് എന്നുള്ളത്. അത്തസ്ദീഖു ബിൽ ഖൽബ് വ ഇഖ്റാറു ബിൽ ലിസാൻ വ അമലു ബിൽ ജവാരിഹ്. എന്താണ് ഈമാൻ എന്ന് ചോദിച്ചാൽ ഈ ബോധം നമുക്ക് ഉണ്ടാവണം. ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തി, നാവ് കൊണ്ട് പറഞ്ഞ്, അമാലുകൾ അവയവങ്ങളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് ഈമാൻ എന്ന് പറയാം. യസീദു ബിത്ത്വാഅ യൻഖുസു ബിൽ മആസി. ഈമാനിനെ കുറിച്ച് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അടിസ്ഥാനപരമായിട്ട് എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിശദീകരണം, ഈ ഒരു തഅരീഫ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. എന്നാൽ നമുക്ക് എന്താ ഈമാൻ എന്ന് അറിയാൻ പറ്റുള്ളൂ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അനുസരണം കൊണ്ട് വർദ്ധിക്കുകയും പാപങ്ങളെ കൊണ്ട് കുറയുകയും ചെയ്യുന്നതാണ് ഈമാൻ. ഈ ഹദീസാണ് പ്രധാനമായിട്ടും ഈമാനിൽ ഈ 3 കാര്യങ്ങൾ ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും വരുന്നു എന്നുള്ളതിന് ഈ ഹദീസാണ് പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഈ ഹദീസ് കാരണം എന്താണ്? ഇത് ശേഖ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്താണ്? ഈമാൻ എന്ന് പറഞ്ഞാൽ അഖ്വാലുൽ ലിസാൻ, സംസാരങ്ങൾ, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നാവുകൊണ്ട് പറയേണ്ടതാണ്. അതുപോലെ ദിക്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വ അഅമാലുൽ ജവാരിഹ്, അവയവങ്ങളെ കൊണ്ടുള്ള പ്രവർത്തനം. അതെന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? പിന്നെ വഴിയിൽ നിന്ന് തടസ്സം മാറ്റൽ. വൽ ഇഅ്തിഖാദാത്ത് വൽ അഖ്ലാഖ്, ഇഅ്തിഖാദാത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പെട്ടു. അഖ്ലാഖ് അതെല്ലാം ഖൽബുമായി ബന്ധപ്പെട്ട. അഖ്ലാഖ് എന്താണ്? അൽ ഹയാ, ലജ്ജ, നല്ലൊരു സ്വഭാവമാണ്. വൽ ഖിയാമു ബിഹഖില്ലാഹ് വൽ ഇഹ്സാനു ഇലാ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ അവകാശം കൊടുക്കൽ, അതുപോലെ സൃഷ്ടികളോട് ഇഹ്സാൻ ചെയ്യൽ, വഴിയിൽ നിന്ന് തടസ്സം മാറ്റലൊക്കെ സൃഷ്ടികൾക്കുള്ള ഒരു നന്മയാണ്. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ പെട്ടു. ഇവിടെ ചില ഉലമാക്കൾ ഈമാനിന് 79, 69 ശാഖകളുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ചില പണ്ഡിതന്മാർ അത് ഏതൊക്കെയാണ് എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 79 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും അത് മാത്രമേ ഉള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഹദീസുകളിലും ആയത്തുകളിലും ഈമാനുമായി ചേർന്ന് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ ബന്ധിപ്പിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തി 69ഉം 79ഉം ആയിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തിയേ കാണാം. അതിൽ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ അദ്ദേഹം എണ്ണിത്തിട്ടപ്പെടുത്തിയ രീതി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി കൊടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ 69, 79 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇത് ഈ കിതാബിൻ്റെ അല്ല, ഫത്ഹുൽ ബാരിയിൽ നിന്ന് നമ്മളൊന്ന് പറയുകയാണ്, ഒരു ധാരണ ഉണ്ടാവാൻ ഇതൊക്കെ ഈമാനിൻ്റെ കാര്യങ്ങളാണ് എന്നുള്ളത്. അതിൽ 69 എണ്ണം എണ്ണി പറയുന്നുണ്ട്. അതിൻ്റെ ചിലതിൻ്റെ കൂടെ ഓരോന്നും കൊടുത്തിട്ട് മൊത്തം 79 എണ്ണം ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, പക്ഷേ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിനെ 3ആയി തിരിച്ചു. ആ 69, 79 കാര്യങ്ങളെ 3ആയി തിരിച്ചു. ഒന്നാമത്തേത് അഅ്മാലുൽ ഖൽബ്. ഞാൻ പറഞ്ഞു 3 എണ്ണാണല്ലോ, അഅ്മാലുൽ ഖൽബ്, ലിസാന്, ജവാരിഹ്. അഅ്മാലുൽ ഖൽബ് അതിലെന്താ വരുന്നത്? വിശ്വാസം, നിയ്യത്തുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ. ആ അഅ്മാലുൽ ഖൽബിൽ 24 കാര്യങ്ങൾ എണ്ണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 24 കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. ഇതാണ് ഈമാനിൻ്റെ അസ്ലു മിനൽ ഉസൂൽ അൽ ഈമാനു ബില്ലാഹ്. അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൽ ഈമാനു ബിദാത്തിഹി വ സിഫാത്തിഹി വ തൗഹീദിഹി, അള്ളാഹുവിൻ്റെ ദാത്തിൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ, അവനെ ഏകനാക്കുന്നതിൽ, അതുപോലെ എന്തൊക്കെയുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസം, അതെല്ലാം ഖൽബിയായിട്ടുള്ള അഅ്മാലുൽ ഖൽബിൽ ഈമാനിൽ ഒന്നാമതാണ് നമ്മൾ പറഞ്ഞത്. 24 എണ്ണമായിട്ട് എണ്ണിയിട്ടുണ്ട്. രണ്ടാമത്തേത് വൽ ഈമാനു ബിൽ മലായിക്ക, മലായിക്കത്തുകളുടെ വിശ്വാസം. മൂന്നാമത്തേത് വകുതുബി, വേദഗ്രന്ഥങ്ങളിൽ. നാലാമത്തേത് വറുസുലി, പ്രവാചകന്മാരിൽ, നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ. വൽ ഖദ്രി ഖൈരിഹി വശരി, അള്ളാഹുവിൻ്റെ ഖദറിൽ. 5 കാര്യങ്ങളായി. ആറാമത്തേത് വൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ,
പരലോകത്തിലുള്ളത്. അതിൽ നമ്മൾ ഈ പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ യൗമുൽ ആഖിറിലെ വിശ്വാസം പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടുന്ന അറിയോ? മരണത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും. ഖബറിലെ ചോദ്യങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ മഹ്ശറ, ഹിസാബ്, മീസാന്, സിറാത്ത്, സ്വർഗം, നരകം, എല്ലാം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പരലോക വിശ്വാസം ഉൾപ്പെടും. പരലോകം ഉണ്ട് എന്നുള്ള വിശ്വാസം മാത്രമല്ല, പരലോകത്തിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എന്തൊക്കെ മരണം കഴിഞ്ഞ മുതൽ ഖബറിലെ ചോദ്യങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പ്, അതുപോലെ മഹ്ശറ, സിറാത്ത്, മീസാന്, സ്വർഗം, നരകം, സിറാത്ത് നരകത്തിന് മേലുള്ള പാലം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടു. ഏഴാമത്തേത് വമുഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഹബ്ബ്. ഇത് അമാലുൽ ഖൽബിൽ പെടുന്ന ഈമാനിൻ്റെ ശാഖകളായിട്ട് എണ്ണീട്ടുള്ളതാണ്. എട്ടാമത്തേത് വൽ ഹബ്ബ് വൽ ബഗ്ളു ഫീഹ്, ആ അള്ളാഹുവിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്യുന്ന അവസ്ഥ. പിന്നെ ഒമ്പതാമത്തെ വമുഹബ്ബത്തുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത് എന്നുള്ളത്. അതിലെന്തൊക്കെ പെടും? ഇഅ്തിഖാദ് വ തഅലീം, ആ പ്രവാചകനെ വിശ്വാസം ഉറക്കലും ആ പ്രവാചകനെ മഹത്വപ്പെടുത്തലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലൽ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യൽ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്തിൽ പെട്ടു. ഒമ്പതാമത്തെ പറഞ്ഞു. പത്താമത്തെ വൽ ഇഖ്ലാസ്, ഇഖ്ലാസ് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഈമാനിൻ്റെ ശാഖകൾ 69, 79 എന്നുള്ള ഹദീസിനെ ഉലമാക്കൾ ആ എണ്ണം തിട്ടപ്പെടുത്തി ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും ഒന്ന് ശേഖരിച്ച് എണ്ണി തിട്ടപ്പെടുത്തിയതാണ് ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഖൽബുമായി ബന്ധപ്പെട്ടത് 24 എണ്ണമാണ്. ആ 24 എണ്ണത്തിലാണ് നമ്മൾ പറഞ്ഞത്. പത്താമത്തേത് ഇഖ്ലാസ്, അതിലെന്തും പെട്ടു. തെർക്കു റിയാ വൻ നിഫാഖ്, ലോകമാന്യതയും കപടതയും ഒഴിവാക്കലും പെട്ടു. 11ാമത്തേത് വത്തൗബ, പശ്ചാത്തപിച്ച് മടക്കൽ. ഇത് ഓരോന്നും തന്നെ ആഴത്തിൽ പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങൾ ഓരോന്നും തന്നെ ആഴത്തിൽ പഠിക്കാനുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. 12ാമത്തേത് വൽ ഖൗഫ്, അള്ളാഹുവിനുള്ള ഭയം. 13ാമത്തേത് വർ റജാ, പ്രതീക്ഷ. 14ാമത്തേത് അശുക്ർ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്നത്. 15ാമത്തേത് വൽ വഫാ, വഫാ എന്നുള്ളതിന് മലയാളത്തിൽ ഒറ്റവാക്കർത്ഥം കുറേ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഒന്ന് യോജിച്ച വാക്ക് ഒരു കൂറ് എന്നുള്ളതാണ്. ഒരു കൂറ് ഉണ്ടാവുക എന്നുള്ളത്, അത് പൂർണ്ണമായിട്ട് വഫാവിന് യോജിച്ച വഫാ അതിലും ആഴത്തിലുള്ളൊരു വാക്കാണ്. 16ാമത്തേത് വസ്വബർ, ക്ഷമ എന്നുള്ളത്. ഇതൊക്കെ ഖൽബുമായി ബന്ധപ്പെട്ട്. 17ാമത്തേത് വൽറിളാ ബിൽ ഖളാ, അല്ലാഹു തആലയുടെ തീരുമാനത്തിൽ, വിധിയിൽ തൃപ്തി ഉണ്ടാവുക എന്നുള്ളത്. 18ാമത്തേത് വത്തവക്കുൽ. 19ാമത്തേത് വറഹ്മ, കാരുണ്യം. 20ാമത്തേത് വത്തവാദു, വിനയം. അതിലെന്തൊക്കെ പെട്ടു? തൗഖീറുൽ കബീർ വറഹ്മത്തുസ് സഗീർ, പ്രായമായവർക്ക് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനവും കാര്യങ്ങളും കൊടുക്കുക, ചെറിയവരോട് കാരുണ്യം കാണിക്കുക. ഇതൊക്കെ തവാദുൽ, വിനയത്തിൽപ്പെട്ടതാണ്. 21ാമത്തെ വതർക്കുൽ കിബ്രി വൽ ഉജുബ്, അഹങ്കാരവും അതുപോലെ ഞാൻ എന്തോ ആണ് എന്നുള്ള ആ ഒരു എന്തൊക്കെ ആയി എന്നുള്ള ഉജുബ്, അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. 22ാമത്തെ വതർക്കുൽ ഹസദ്, അസൂയ ഒഴിവാക്കുക. 23ാമത്തെ വതർക്കുൽ ഹഖദ്, പക ഒഴിവാക്കുക. 24ാമത്തെ വതർക്കുൽ ഗളബ്, വിദ്വേഷം, ഒരാൾ ദേഷ്യം വെച്ച് വെക്കുന്ന ആ ഒരു അവസ്ഥയും ഒഴിവാക്കുക എന്നുള്ളത്. ഇങ്ങനെ 24 എണ്ണമായിട്ട് ഉലമാക്കൾ ഈമാനിലെ അഅ്മാലുൽ ഖൽബിനെ എണ്ണി തിട്ടപ്പെടുത്തിയത് കാണാം. ഇത് അവരെണ്ണി തിട്ടപ്പെടുത്തിയത് ഈമാനുമായി ഹദീസിൽ ബന്ധപ്പെട്ടു എന്ന കാര്യങ്ങളെ കൊണ്ടാണ്. ഇത് മാത്രമാണ് എന്ന് നാം പറയുന്നില്ല. വേറെ എന്തൊക്കെ അഅ്മാലുൽ ഖൽബ് ഖൈറായിട്ടുള്ളതുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇനി അടുത്തത് അഅ്മാലുൽ ലിസാൻ, നാവ് കൊണ്ടുള്ളത്. അത് 7 കാര്യങ്ങളായിട്ടാണ് എണ്ണീട്ടുള്ളത്. 7 കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് തലഫുള് ബി തൗഹീദ്, തൗഹീദ് പറയുക, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, നാവ് കൊണ്ട് പറഞ്ഞ് അംഗീകരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക. മൂന്നാമത്തേത് തഅല്ലുമുൽ ഇൽം, ഇൽമ് പഠിക്കൽ. നാലാമത്തേത് തഅലീം, അത് പഠിപ്പിക്കൽ. അഞ്ചാമത്തേത് ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യൽ. ആറാമത്തേത് ദിക്ർ, അതുപോലെ അതിൽ ഇസ്തിഗ്ഫാറും വയദ്ഖുലു ഫീഹി അൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറും ദിക്റിൽ പെട്ടു. ഏഴാമത്തേത് വജ്തിനാബുൽ ലഗ്വ്, അനാവശ്യമായ മ്ലേച്ഛമായ വൃത്തികെട്ട സംസാരങ്ങളിൽ നിന്ന് നാവിനെ ഒഴിവാക്കുക എന്നുള്ളത്. ഈ 7 കാര്യങ്ങൾ നാവുമായി ബന്ധപ്പെട്ട
ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അമാലുൽ ഖൽബ് നമ്മൾ 24 പറഞ്ഞു, അമാലുൽ ലിസാന് പറഞ്ഞു. ഇനി അമാലുൽ ബദൻ, ശരീര അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ട അത് 38 ബാക്കി 38 69 ഈ എണ്ണം. പക്ഷെ അതിൽ ഓരോന്നിൻ്റെയും ഇടയിൽ കൂട്ടിയിട്ട് മൊത്തം 79. ഇനി 38 പറയുന്നത്. അമാലുൽ ബദനിൽ അതിനെ തന്നെ വേർതിരിച്ച് പറയുന്നുണ്ട്. അതിൽ എന്താണെന്ന് വെച്ചാൽ നിർണയിക്കപ്പെട്ട വ്യക്തികളുടെ മേലെ നിർണയിക്കപ്പെട്ട പ്രത്യേകമാക്കിയിട്ടുള്ള ചില കർമ്മങ്ങൾ. അത് എത്രയെന്ന് വെച്ചാൽ 15. അതിലൊന്നാമത്തേത് അത്തത്വഹീർ ഹിസ്സൻ വഹുക്മൻ, ശുദ്ധി ഉണ്ടാവുക എന്നുള്ളത്. അത് ശുദ്ധി പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും, അതുപോലെ പിന്നെ ഹുക്മൻ പിന്നെ വുളൂ, നജസ് ഒഴിവാക്കൽ, വലിയ ശുദ്ധിയാവൽ, അതുപോലെയുള്ള ശുദ്ധികൾ എന്തൊക്കെയാണോ അതൊക്കെ. രണ്ടാമത്തേത് വസുത്തറുൽ ഔറത്ത് മറക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് വസ്സലാത്ത് ഫർളം വനഫല, നമസ്കാരം നിർവഹിക്കുക, അത് ഫർളും സുന്നത്തുമായത്. അവയവങ്ങളെ കൊണ്ടിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് ഈമാനിൽ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇൻഷാ അല്ലാഹ് അതൊന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. നമസ്കാരവും അതുപോലെ മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈമാനിൽ ഉൾപ്പെടുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വർദ്ധിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഈമാനികമായി ഉയർച്ച ഉണ്ടാവും. ഈ കാര്യങ്ങളിൽ എത്ര കുറവ് വരുന്നുവോ അത്രത്തോളം ഈമാനികമായി നാം കുറയുകയും ചെയ്യും. അതാണിത് മനസ്സിലാക്കുന്നതിൻ്റെ ഗുണം. നമ്മൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും, ഈമാനികമായിട്ടൊരു ഉയർച്ചയില്ല, ഈമാനികമായിട്ടൊരു ഉന്മേഷമില്ല, എൻ്റെ ഈമാൻ കുറഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെ. അത് അപ്പോൾ നമുക്ക് എങ്ങനെ കൂട്ടേണ്ടതെന്ന് അറിയില്ല, എന്താണത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നാം നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കതിൻ്റെ ഉയർച്ച അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ അവയവങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ നമസ്കാരം പറഞ്ഞു. നാലാമത്തേത് സക്കാത്ത് കദാലിക്, സക്കാത്ത് കൊടുക്കുക, അതുപോലെ ഇതിൽ സദഖയും ഉൾപ്പെടും. അതുപോലെ തന്നെ അഞ്ചാമത്തേത് അടിമമോചനം, അടിമകളെ മോചിപ്പിക്കുന്ന അവസ്ഥ. ആറാമത്തെ ജൂദ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, ചെലവഴിക്കുന്ന ഒരവസ്ഥ, വളരെ ഉദാരശീലൻ എന്ന് പറയില്ലേ, അതിൽ ഇത്ആമുത്ത്ആം വ ഇക്റാമുൽ ലൈഫ്, ഭക്ഷണം നൽകുക, അതിഥികളെ ആദരിക്കുക, അതെല്ലാം ആ ജൂദിൽ ഉൾപ്പെട്ടു. ഏഴാമത്തേത് സിയാം ഫർള നഫ്ല, നോമ്പ് നോൽക്കുക എന്നുള്ളത്, അത് സുന്നത്തായത് നിർബന്ധമായത്. എട്ടാമത്തേത് ഹജ്ജ് വൽ ഉംറത്ത് കദാലിക്, ഹജ്ജും ഉംറയും, ഇതൊക്കെ അവയവങ്ങളെ കൊണ്ടുള്ളതാണ് പറയട്ടോ. ഒമ്പതാമത്തേത് തവാഫ് നിർവഹിക്കൽ. പത്താമത്തേത് ഇഅ്തികാഫ്. 11ാമത്തെ ഇൽതിമാസ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കൽ. 12ാമത്തേത് വൽ ഫറാറു ബിദ്ദീൻ, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകുന്ന ഉദ്ദേശം അൽ ഹിജ്റ മിൻ ദാരി ഷിർക്കിൻ്റെ നാട്ടിൽ ഇസ്ലാമിനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ദീന് കൊണ്ട് രക്ഷപ്പെടുന്ന ഒരവസ്ഥ. 13ാമത്തേത് വൽ വഫാഉ ബിൻ നുദർ, നേർച്ച ചെയ്തത് നിറവേറ്റുന്ന. അതുപോലെ 14ാമത്തെ തഹരീഫിൽ ഐമാൻ, ഒരു വാക്ക് പറഞ്ഞാൽ അത് നിർവഹിക്കുന്ന. 15ാമത്തെ വാദായിൽ കഫാറാത്തുകൾ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പകരം ചെയ്യേണ്ട കാര്യങ്ങൾ, വീഴ്ച വന്നാൽ പകരം ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിർവഹിക്കുന്നിടത്തുള്ള ശ്രദ്ധ. ഈ 15 അഅ്മാലുൽ ബദനിൽ, അവയവങ്ങളെ കൊണ്ട് ചെയ്യേണ്ടതിൽ പ്രത്യേകമായി നിർണയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അതിൽ അടുത്തത് വരുന്നത്, അടുത്ത ഒരു 6 കാര്യങ്ങൾ ഇത്തിബാഉമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അതിലൊന്നാമത്തേതാണ് തഅഫുഫ് ബിൻ നിക്കാഹ്, വിവാഹം കൊണ്ട് തൻ്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. രണ്ടാമത്തേത് ഖിയാമു ബി ഹുഖൂഖിൽ ഇയാൽ, തൻ്റെ കുടുംബത്തിന് കൊടുക്കേണ്ട അവകാശങ്ങളെ നേരാവണ്ണം നിർവഹിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അതിൽപ്പെട്ടത് തന്നെയാണ് അവരെ ഉപദ്രവിക്കുന്നതിന് ഒഴിവാവുക എന്നുള്ളത്, അത് നേരെ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യം. നാലാമത്തേത് തർബിയത്തുൽ ഔലാദ്, മക്കളെ തർബിയത്ത് കൊടുക്കുക. അഞ്ചാമത്തെ സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കുക. ആറാമത്തേത് വതഅത്തുസ്, നമ്മുടെ ഉലമാക്കളെയും ഉമറാക്കളെയൊക്കെ പിന്നെ അനുസരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഏഴാമത്തേത് റിഫ്ഖ് ബിൽ അബീദ്, പിന്നെ റിഫ്ഖ് ഉണ്ടാവുക, ഒരു എന്താ പറയുക, റിഫ്ഖിന് എന്താ പറയുക, കാരുണ്യത്തിൻ്റെ ഒരു വിനയം, കാരുണ്യം, അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാവും പിന്നെ അടിമകളോട്. ഇത് ഇത്തിബാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 7 കാര്യങ്ങളാണ്. ഇനി അവസാനമായിട്ട് പൊതുവായിട്ട് അവയവങ്ങളെ കൊണ്ട് വരുന്ന കാര്യങ്ങളെ 17 ബാക്കിയുള്ള 32 17 പറയുന്നുണ്ട്. അതുകൂടി പറയാണ്. ഒന്നാമത്തേത് അൽ ഖിയാമു ബിൽ ഇംറത്തി മഅൽ അദ്ൽ, ഭാര്യമാരുമായിട്ട് നീതിപൂർവ്വം നിൽക്കുന്ന അവസ്ഥ. അതുപോലെ രണ്ടാമത്തേത് മുത്താബഅത്തുൽ ജമാഅത്തിനെ പിൻപറ്റുന്നത്. മൂന്നാമത്തേത് വതഅത്തു ഉലിൽ അംർ, ഭരണാധികാരിയെ അനുസരിക്കുന്നത്.
നാലാമത്തേത് ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ സുൽഹ് ഉണ്ടാക്കാൻ പിന്നെ ശ്രമിക്കുക എന്നുള്ളത്. അതിൽ ഖിതാലുൽ ഖവാരിജുകളെ വധിക്കുന്നതും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അഞ്ചാമത്തേത് വൽ മുആബനത്തു അൽ ബിർ, പുണ്യത്തിൽ പരസ്പരം സഹായിക്കുക അഥവാ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ വൈഖാമത്തുൽ ഹുദൂദ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നേരാവണ്ണം കൊണ്ട് നടക്കുക എന്നുള്ളത്. ഏഴാമത്തേത് വൽ ജിഹാദ് ചെയ്യുക. എട്ടാമത്തെ വദാഉൽ അമാനത്ത് നിർവഹിക്കുക. അതുപോലെ ഒമ്പതാമത്തെ വൽ ഖർളു മഅ വഫാഹി, പ്രത്യുപകാരം ചെയ്യുക. നമുക്കൊരു നന്മ ചെയ്താൽ തിരിച്ച് അതുപോലെ നല്ല പ്രത്യുപകാരം ചെയ്യുക. പത്താമത്തേത് ഇക്രാമുൽ ജാർ, പിന്നെ അയൽവാസിയെ ഇക്രാം ചെയ്യുക. 11ാമത്തെ ഹുസ്നുൽ മുആമല, നമ്മുടെ കച്ചവടവും സാമ്പത്തിക ഇടപാടുകളും ഹലാല് സമ്പാദിക്കുക, അതുപോലെ മുആമലാത്തുകളിൽ നല്ല ശ്രദ്ധിക്കുക. 12ാമത്തേത് ഇൻഫാഖുൽ മാൽ ഫി ഹഖ്ഖിഹി, പിന്നെ അതായത് ചെലവഴിക്കുന്നത് മാന്യമായ രീതിയിൽ, പിശുക്കുമില്ലാതെ ഇസ്രാഫുമില്ലാതെ മാന്യമായ രീതിയിൽ ചെലവഴിക്കുക. 13ാമത്തെ റദ്ദുസ്സലാം, സലാം വീട്ടുക. 14ാമത്തെ തസ്മിയത്തുൽ ആത്തിസ്, ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞ് റഹ്മക്കുല്ലാഹ് പറയുക. 15ാമത്തെ വഖഫുൽ അദാ അനിന്നാസ്, ജനങ്ങളുടെ ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുക. 16ാമത്തെ വജിത്നാബുൽ ലഹ്വ്, അനാവശ്യമായ കളികളിൽ നിന്ന് ഒഴിവാക്കുക. 17ാമത്തെ ഇമാത്തുൽ അദാ അനിത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റുക. ഇങ്ങനെ മൊത്തം എണ്ണി 69 കാര്യങ്ങളായിട്ട് ഉലമാക്കൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നാം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് എന്നല്ല അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മുടെ കിതാബിലേക്ക് വന്നാൽ, ഇവിടെ ഷെയ്ഖ് ഈ ഹദീസ് കൊടുത്തു. അതായത് ഈമാൻ നമ്മൾ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനുള്ള ദലീലായിട്ട് ഈ ഹദീസ് കൊടുത്തു. എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഇതിൽ ഏറ്റവും ഉന്നതമായതും അടിസ്ഥാനപരമായതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിലുള്ള ഏകത്വം അംഗീകരിച്ചു കൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇഅ്തിഖാദൻ വ തഅല്ലുഹൻ വ ഇഖ്ലാസൻ ലില്ലാഹ്, അള്ളാഹുവിനോട് ഇഖ്ലാസോടു കൂടി യഥാർത്ഥ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് അതിലേറ്റവും താഴ്ന്നത് എന്താണ്? ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാവുന്ന കല്ലോ മുള്ളോ എല്ലോ എന്തോ ആവട്ടെ അത് അവരുടെ വഴിയിൽ നിന്ന് ഒഴിവാക്കുക. സഹോദരങ്ങളെ, ഈമാനുമായി ബന്ധപ്പെട്ട അമാലുകളുടെ കർമ്മത്തിൽ ഏറ്റവും ചെറുതായി പറഞ്ഞതാണ് ഈ കാര്യം, ഏറ്റവും ചെറുതായിട്ട്. എന്നാൽ ഇതിൻ്റെ മഹത്വം ചില ഹദീസുകളിൽ നമുക്ക് കാണാം. ചെറിയ മുള്ളു മാറ്റിയത് കാരണത്താൽ സ്വർഗത്തിലേക്ക് വരെ പ്രവേശിപ്പിച്ച, പാപങ്ങൾ പുറത്തു കൊടുത്ത ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ അമാലുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈമാനിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരു പരീക്ഷണമാണ് നമ്മുടെ മുൻപിലുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുന്നതാണ് ജനങ്ങൾക്ക് ഏറ്റവും ചെറുത് ഒരു വഴിയിൽ നിന്ന് തടസ്സം മാറ്റിയത്. അപ്പോൾ ജനങ്ങൾക്ക് ചെയ്യുന്ന എന്ത് ഇഹ്സാനും ഈമാനിൻ്റെ ഭാഗമാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, ജനങ്ങൾക്ക്, മൃഗങ്ങൾക്കും എന്തൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇഹ്സാനിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അൽ ഹയാ, ലജ്ജ എന്നുള്ളത് ലിഅന്നൽ ഹയാ ബിഹി ഹയാത്തുൽ ഈമാൻ, ഹയാ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ ജീവനാണ്. ഒരുത്തന് ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ലജ്ജയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഈമാൻ്റെ അവസ്ഥ. ഒരു ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ പിന്നെ വബിഹി യദഉൽ അബ്ദു കുല്ലു ഫിഅലിൻ ഖബീഹ്, എല്ലാ മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളെയും ഒരടിമ ഒഴിവാക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതുവഴി അവൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ തഹ്കീക്ക്, ഖുലുഖുൽ, ഏറ്റവും നല്ല സ്വഭാവം ഹുസ്നുൽ ഖുലുഖിൻ്റെ തഹ്കീക്ക് നേടുക എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റവും നല്ല ലജ്ജ ഉണ്ടാവുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉന്നതിയിൽ എത്താൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ഹദീസ് നമുക്ക് എന്ത് മനസ്സിലായി? ഈമാനിനെ 3 ശുഅബകളാക്കി തിരിച്ചപ്പോൾ, ലിസാനിൻ്റെയും കൽബിൻ്റെയും ജവാരിഹിൻ്റെയും ശുഅബകളായി തിരിച്ചപ്പോൾ, ഈമാൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഈമാനെ പറ്റിയിട്ട്? ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ 3 ഉൾക്കൊണ്ടു. നമ്മൾ ഈ പറഞ്ഞ ഈ 69 കാര്യങ്ങൾ പോലെയുള്ള എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം അതിൽ ഉൾക്കൊണ്ടു. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വ്യക്തമാണ് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നു എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ ഗുണങ്ങളെ കൊണ്ട് ആളുകൾക്കിടയിൽ ഈമാനിൻ്റെ വിഷയത്തിൽ വലിയ താരതമ്യങ്ങളാണ് ഉണ്ടാവുന്നത്, വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ ഗുണങ്ങൾ ആർക്കാണോ കൂടുതൽ ഉണ്ടാവുന്നത് അവൻ ഈമാൻ കൊണ്ട് ഉയർന്നവനായിത്തീരും. ആർക്കാണോ കുറവ് സംഭവിക്കുന്നത് അവൻ ഈമാൻ കൊണ്ട്
പിന്നെ എന്താ പറയുക ദുർബലനായിക്കൊണ്ട് കുറഞ്ഞു പോവുകയും ചെയ്യും. ഇത് പിന്നെ എന്താ പറയുക ഹിസ്സിയായിട്ട് തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന വലിയൊരു കാര്യമാണ്. ചില ആളുകൾ ഈമാൻ കൂടൂല കുറയൂല എന്ന് വാദിക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. വലിയ അബദ്ധമാണത്. എന്തർത്ഥം അതിനുള്ളത്? ഒരാൾ കൂടുതൽ നന്മ ചെയ്യുന്നു, അവനും ഒരേ ഈമാൻ, ഒരാൾ തിന്മകൾ ചെയ്യുന്നു, അവനും ഒരേ ഈമാൻ. അങ്ങനെ വിശ്വസിക്കുന്ന കക്ഷികൾ തന്നെയാണ്, പിഴച്ച വിഭാഗങ്ങളാണ്. അതുകൊണ്ട് ഈമാൻ കൂടുകയും കുറയുകയും എന്ന് ചെയ്യുന്നത് പ്രത്യേകത മനസ്സിലാക്കണം. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, വഖദ് ദക്കറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്ലാം വൽ ഈമാൻ ഫി ഹദീസ് ജിബ്രീൽ മഷ്ഹൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ എന്താണെന്നും ഇസ്ലാം എന്താണ് എന്നും ഹദീസ് ജിബ്രീൽ, പ്രശസ്തമായ നമുക്കെല്ലാം കേട്ട് പരിചയമുള്ള ഹദീസ് ജിബ്രീൽ അല്ലെങ്കിൽ മറാത്തിബുദ്ദീൻ എന്നറിയപ്പെടുന്ന ഹദീസിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് ഇസ്ലാമും ഈമാനും എന്നുള്ള വ്യത്യാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ ആ ഹദീസ് നമുക്കറിയാം. ഒരിക്കൽ സഹാബാക്കൾ ഇരിക്കുന്ന സമയത്ത് ഒരു യാത്രക്കാരൻ്റെ ഒരു ലക്ഷണവും ഇല്ലാത്ത കറുത്ത മുടിയും വെളുത്ത വസ്ത്രവുമായിട്ട് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും അഖ്ബിർനി അനിൽ ഇസ്ലാം, അഖ്ബിർനി അനിൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അതുപോലെ അന്ത്യനാളിനെ കുറിച്ച് ചോദിച്ചു. നമുക്കറിയാം. അതിൽ നമ്മുടെ വിഷയം ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി. നമുക്കറിയാം ഈമാനിൻ്റെ അസ്ലായ 6 കാര്യങ്ങളാണത്. ഈ 6 വിഷയങ്ങൾ, ഈ 6 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഇസ്ലാമിനെ പറ്റി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളാണ് പറഞ്ഞത്. നാം ഇവിടെ ഷെയ്ഖ് ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈമാനും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസവും ബന്ധവും എന്താണ് എന്നുള്ളതാണ്. എന്താണ് വ്യത്യാസം? ഇത് പറയുന്നത് നമുക്ക് അടുത്ത ഭാഗം വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളത്. അതായത് ഇസ്ലാം, ഈമാൻ, ഈ 2 കാര്യങ്ങളും ഒറ്റക്കൊറ്റക്കാണ് പറയുന്നതെങ്കിൽ, ഇസ്ലാം എന്ന് മാത്രം പറയാണ്, ഈമാൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ദീനിൻ്റെ എല്ലാ വിഷയങ്ങളും അതിൽ ഉൾക്കൊണ്ടു. ഇസ്ലാം എന്ന് ഒരു ഒറ്റയ്ക്ക് പറയുകയാണെങ്കിൽ അതിൽ ഇസ്ലാമും ഈമാൻ കാര്യങ്ങളും ഇഹ്സാനും എല്ലാം ഉൾപ്പെട്ടു. ഈമാൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടു. എന്നാൽ അടുപ്പിച്ചുകൊണ്ട് പരസ്പരം ഒരു ബന്ധപ്പെട്ട് ഇസ്ലാമും ഈമാനും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആ 2 കാര്യങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് രണ്ടും ഒപ്പം ചോദിച്ചാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാഹിറായ അല്ലെങ്കിൽ അവയവങ്ങളെ കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഇസ്ലാം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ നമസ്കാരം, അസ്സലാ, സകാത്ത്, സൗം, ഹജ്ജ്, ആ കാര്യങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത്. ഇനി ഈമാനിനെ പറ്റി ചോദിച്ചപ്പോൾ ഇഅ്തിഖാദിയായിട്ട് ഖൽബിയായി ബന്ധപ്പെട്ട ഈമാനികമായ വിശ്വാസപരമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. അള്ളാഹുവിലും മലക്കുകളിലും അതുപോലെ വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യനാളിലും ഖദറിലുമുള്ള വിശ്വാസങ്ങൾ അങ്ങനെയും പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് ഈമാനും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കാര്യങ്ങൾ, ഈമാൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായ കാര്യങ്ങൾ. പക്ഷേ ഈ 2 ഒറ്റയ്ക്കാണ് പറയുന്നതെങ്കിൽ, ഇസ്ലാം എന്ന് മാത്രം പറയുകയാണെങ്കിൽ, ഈമാൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി അടുത്ത ഷെയ്ഖ് കൊടുക്കുന്ന ഒരു ഹദീസ്, വഫി സഹീഹൈൻ മിൻ ഹദീസ് അനസ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസു അജ്മഈൻ. ലാ യുഅ്മിനു അഹദുകും, നിങ്ങളിൽ ഒരാളും ഈമാനുള്ളവരാവൂല, ഒരാളും ഈമാൻ ഉള്ളവരാവൂല, അഥവാ ഈമാനിൻ്റെ പൂർണ്ണതയിൽ, ഈമാനിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ എത്തില്ല. ഹത്താ അകൂന, എത്രത്തോളം വരെ? ഞാനാകുന്നത് വരെ. ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, അവന് അവൻ്റെ മാതാപിതാക്കളെക്കാൾ, അവൻ്റെ മക്കളെക്കാൾ, മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, മറ്റുള്ള എന്തൊക്കെ ജനങ്ങളുണ്ടോ, അവൻ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെക്കാളെല്ലാം ഞാൻ അവന് ഇഷ്ടപ്പെട്ടതാകുന്നത് വരെ, ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നത് വരെ അവൻ്റെ ഈമാൻ യഥാർത്ഥമാവുകയില്ല, അവൻ്റെ ഈമാൻ ശരിയാവുകയില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹബ്ബിൻ്റെ കാര്യമാണ്, റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നതിൻ്റെ കാര്യമാണ്. സഹോദരങ്ങളെ, വലിയ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലും
ഈമാനുമായി ബന്ധപ്പെട്ട് വലിയൊരു ബന്ധം കിടക്കുന്നുണ്ട്. ഒരുത്തൻ്റെ ഈമാനിൻ്റെ വലിയൊരു ഉയർച്ചയും വലിയൊരു ബന്ധവും എത്രത്തോളം അവൻ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നു എന്നതിലും ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ചില ആളുകൾ വിചാരിക്കും, എന്തിനപ്പോൾ ഈ താടി വളർത്തി നടക്കുന്നത്, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുന്നത്, റസൂലുള്ള പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, എന്തപ്പോൾ അതിൻ്റെ കാര്യം? ഈമാനിൻ്റെ ഭാഗമാണത്. ഒരുത്തൻ്റെ ഈമാൻ അത് ഇത്തിബാവുമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുമായിട്ടും ബന്ധപ്പെട്ട് കിടന്നാണ്. നമുക്കത് ബോധ്യപ്പെടാത്തത് എന്താണെന്ന് അറിയോ? നമ്മൾ യഥാർത്ഥത്തിൽ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കണമെങ്കിൽ സ്വഹാബാക്കളെ ചരിത്രം നോക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയ പാതയിൽ നിന്ന് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിൽ നിന്ന് ഞാൻ റസൂലുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു, പേടിച്ചിട്ട്. റസൂലുള്ളാഹിനെ എന്നൊരു തരി തെറ്റിയാൽ ഞാൻ പിഴച്ചു പോകുമോ എന്നുള്ള ഭയം കാരണത്താൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര പിൻപറ്റുമായിരുന്നു. സഹാബാക്കൾ പ്രവാചകനെ സ്നേഹിച്ചത് എന്തൊക്കെയാണ്? എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം, എത്രയോ യുദ്ധങ്ങൾ നമുക്കറിയാം. അവർ സ്വന്തം ജീവനേക്കാൾ, സ്വന്തം മക്കളേക്കാൾ, സ്വന്തം മാതാപിതാക്കളേക്കാൾ, സ്വന്തം കുടുംബത്തേക്കാൾ, സ്വന്തം ഭാര്യയേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയധികം സ്നേഹിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിനെ അത്രയധികം ബഹുമാനിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈമാനിൻ്റെ ഭാഗമാണ്. ഇവിടെ ഈ ഹദീസ് കൊടുത്തിട്ട് ഈ ഹദീസുമായി ബന്ധിപ്പിച്ചിട്ട് ഷെയ്ഖ് കൊടുക്കുന്ന ഒരു ആയത്തുണ്ട്. ഒരുത്തൻ്റെ ഈമാൻ സിദ്ഖോട് കൂടിയുള്ളതാണെന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ആയത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما فلا وربك നബിയേ ഇല്ല, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ഇല്ല, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്നില്ല, ഈമാനുള്ളവരാകുന്നില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്ത ചർച്ചകൾ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ നിന്റെ വിധിയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ അത് അംഗീകരിക്കുക മാത്രമല്ല, ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും വിധിച്ചാൽ ആ വിധിയിൽ ഒരു തരി അത് ഒത്തിരി ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ അത് ശരിയായില്ല, അതെന്തോ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു അംശം പോലും ഇല്ല, വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായിട്ട് കീഴൊതുങ്ങുന്ന അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റ് ചില ഹദീസുകളിൽ കാണാം വലിയൊരു പരീക്ഷണമായിട്ടാണ് നമുക്ക് അയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച് നമ്മളെ പരീക്ഷിക്കാനാണ് എന്നുള്ളത്. കാരണം എത്രത്തോളം ആ പ്രവാചകനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും ആ പൂർണ്ണമായി പിൻപറ്റാനും ആ വിശ്വാസം ഉറക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നറിയാൻ. കാരണം സഹോദരങ്ങളെ, അള്ളാഹുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കണമെങ്കിൽ പ്രവാചകൻ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൽ നിന്ന് നമുക്ക് അള്ളാഹുവിലേക്കും എന്തെങ്കിലും ബന്ധം അഥവാ ഒരു കണക്ഷൻ, അതിനിടയിൽ ആരേ ഉള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവാചകനിൽ വിശ്വസിക്കാതെ ഒരാൾക്കും ഈമാൻ ശരിയാവൂല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കാതെയും. ഇത് എല്ലാ വിഷയത്തിലും ഷെയ്ഖ് പറയാണ്, وهذا شامل في تحكيمه في أصول الدين وفي فروعه وفي الأحكام الكلية والأحكام الجزئية. എന്തൊക്കെ വിധികൾ, അതായത് ദീനിൻ്റെ അസ്ലുകളിൽ, അതിൻ്റെ ഫർഉകളിൽ, ദീനിൻ്റെ അടിസ്ഥാനങ്ങളിൽ, അതിൻ്റെ ശാഖകളിൽ, അതിൻ്റെ വിധികളിൽ, അതുപോലെ അതിൻ്റെ പ്രധാനമായതും അല്ലാത്തതുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെല്ലാം പൂർണ്ണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ തൃപ്തി, അതിനെ ഇഷ്ടം, അതിൽ വിശ്വാസം അതുണ്ടാകുന്നത് വരെ ആ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താടി വളർത്താൻ പറഞ്ഞു. താടി വളർത്തുന്നത് ഈമാൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഒരു വേഷം അത് നാം ധരിക്കുന്നത് അത് ഈമാനിൻ്റെ ഭാഗമാണ്. ആളുകൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട പോലെ പെരുമാറ്റം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വളരെ മഹത്തരമാണ് ഓരോ മുഅ്മിനും റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അംശം. നമ്മളെന്തൊരു ഒരു കാര്യം അത് എങ്ങനെ ചെയ്യേണ്ടത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ട് എത്ര ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഒന്ന്
പിന്നെ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ പോലും നമ്മൾ ഇടതുകാല് വെക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ പ്രവാചകൻ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ളത് സഹോദരങ്ങളെ ഉറപ്പ്, എത്ര ചെറിയ കാര്യമായിക്കോട്ടെ പ്രവാചകനെ നാം പിൻപറ്റുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഈമാനിൽ വലിയൊരു ഉയർച്ച നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. വലിയൊരു ഉയർച്ച ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകനെ ഇത്തിബാ ചെയ്ത് സ്നേഹിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? മറ്റാരേക്കാളും പ്രവാചകനോട് ഹുബ്ബ് ഉണ്ടാവണം. അതുകൊണ്ടുള്ള ശരിക്കുള്ള ഉദ്ദേശം ആ പ്രവാചകൻ്റെ കൽപ്പനകൾ, തീരുമാനങ്ങൾ, വിധികൾ എന്തൊക്കെയാണോ ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിലെല്ലാം പൂർണ്ണമായ കീഴൊതുങ്ങലും അംഗീകരിക്കലും ഉണ്ടാകണം. അടുത്തൊരു ഹദീസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് വഫി സഹീഹൈൻ അയ്ളൻ അൻ അനസ് മർഫൂഅൻ, അനസ് റളിയല്ലാഹു അൻഹു മർഫൂആയി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. നിങ്ങളിൽ ഒരാളും ഈമാനിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ എത്തുന്നില്ല ഏതുവരെ? ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അവനവൻ്റെ സ്വന്തത്തിന് എന്താണോ അവൻ ഇഷ്ടപ്പെടുന്നത് അത് അവൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ സഹോദരൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക്, നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരന്മാർക്ക് നാം എന്തൊക്കെ നന്മ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്? നല്ല ആരോഗ്യം, നല്ല റിസ്ക് ഉണ്ടായിരിക്കണം, നല്ല ഇണ ഉണ്ടായിരിക്കണം, നല്ല സന്താനങ്ങൾ നല്ല രീതിയിൽ വളരണം, നല്ലൊരു വീടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നന്മകൾ, നല്ല ഈമാനോട് കൂടി ജീവിക്കണം, അതുപോലെ തന്നെ കൂടുതൽ എന്തൊക്കെ നന്മകളായിട്ട് നമുക്കിഷ്ടപ്പെടുന്നുവോ സഹോദരങ്ങളെ, നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കും അത് നമ്മൾ ഇഷ്ടപ്പെടണം. ഓർക്കും അത് കിട്ടിയിരുന്നെങ്കിൽ, അവനത് ഉണ്ടായിരുന്നെങ്കിൽ. അല്ലാതെ നമ്മൾക്ക് ഒരു എന്തെങ്കിലും ഒരു കിട്ടി നമ്മുടെ സഹോദരന് കിട്ടുന്നില്ല, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെയല്ല. നമ്മൾ അതിന് ആഗ്രഹിക്കണം. അവർക്കത് കിട്ടിയെന്ന് എന്താണോ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അത് അവർക്കും വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു അസൂയ ഇല്ലാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾക്ക് ഉള്ളത് കുറവാണ്, അപ്പോൾ നമ്മുടെ സഹോദരന് കൂടുതൽ കിട്ടുന്നുണ്ട്, അപ്പോൾ അത് നശിച്ചിരുന്നെങ്കിൽ എന്നുള്ള തരത്തിലുള്ള അസൂയ, അതൊന്നും ഇല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുക. ഇത് ഈമാനിൻ്റെ ഭാഗമാണ്. ഈമാൻ പൂർണ്ണമാകുന്നില്ല എന്നുള്ളത്. അടുത്തൊരു ഹദീസ് കൊടുക്കുന്നത് ഷെയ്ഖ് വഫി സഹീഹിൽ മുസ്ലിം മിൻ ഹദീസിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാഖ തുഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. ഈമാനിൻ്റെ ആസ്വാദനം, ഈമാനിൻ്റെ ആ മാധുര്യം ആസ്വദിച്ചത് അവൻ ആർക്കാണ് ആസ്വാദനം ഉണ്ടാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായി കൊണ്ട് തൃപ്തിപ്പെടുന്നത്, അതുപോലെ ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് തൃപ്തിപ്പെടുന്നത്, പ്രവാചകനെ നബിയായിക്കൊണ്ട് തൃപ്തിപ്പെടുന്നത്. ഒരു ഷെയ്ഖ് വിശദീകരിക്കുന്നുണ്ട് എന്താണ് അള്ളാഹുവിനെ റബ്ബായിക്കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് റബ്ബായിക്കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അഥവാ കൈകാര്യകർത്തൃത്വത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വിധിക്കുന്നത്, തീരുമാനിക്കുന്നത്, അത് നമ്മുടെ ശരീരത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ജീവിതത്തിലാവട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണോ ആ വിഷയങ്ങളിലെല്ലാം പൂർണ്ണമായ തൃപ്തി ഉണ്ടാവുക. വലിയൊരു അവസ്ഥയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തനിക്ക് വിധിക്കുന്ന വിഷയങ്ങളിൽ പൂർണ്ണമായ തൃപ്തി നേടാൻ പറ്റുക എന്നുള്ളത്. കാരണം മനുഷ്യൻ ഒരിക്കലും ഒരു കാര്യത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചറിയാൻ പറ്റൂല. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരും ഇതുപോലുള്ള അവസരങ്ങൾ. ഒരു കാര്യം നമുക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായിട്ട്, നമ്മളെ ഏറ്റവും വിഷമിക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള വലിയൊരു നന്മ നമ്മൾ കണ്ടിട്ടുണ്ടാവൂല. പക്ഷേ ഒരു മുഅ്മിനായ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറല്ലാതെ വിധിക്കൂല എന്നുള്ളതിൽ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്ന, നമ്മുടെ കച്ചവടത്തിൽ കുറവ് വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ, എന്തെങ്കിലും രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതാണ് അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. അതുപോലെ റളിയ ബില്ലാഹിൽ ഇസ്ലാമി ദീന,
ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് തൃപ്തിപ്പെടുക. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ഞാൻ മുസ്ലിമാണ് എന്നുള്ളതിൽ അഭിമാനിക്കുന്ന ആ നിഅമത്ത് അല്ലാഹു തആല നൽകിയതിൽ അല്ലാഹുവിനോട് ഹംദ് ചെയ്യുന്ന, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്തൊക്കെ നിയമങ്ങളുണ്ടോ അതിനെയെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന, തൃപ്തിപ്പെടുന്ന ചില ഇതൊന്നും ശരിയായില്ല, ഇസ്ലാമിൻ്റെ ഈ നിയമം ശരിയല്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഇതൊക്കെ ഇങ്ങനെയൊന്നും ആവശ്യമുണ്ട്, അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ എന്താണ് നിയമമുള്ളത് അത് പൂർണ്ണമായി തൃപ്തിപ്പെടുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിക്കൊണ്ടും പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന അവസ്ഥ. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും എല്ലാം പൂർണ്ണമായി ഇത്തിബാ ചെയ്ത് ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥ. കാരണം ഏറ്റവും പൂർണ്ണമായ, ഏറ്റവും ഉന്നതമായ സ്വഭാവമുള്ള, ഏറ്റവും അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരനായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിക്കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്, ഈ 3 കാര്യങ്ങൾ സഹോദരങ്ങളെ, നാം പറഞ്ഞല്ലോ ഈമാൻ എന്ന് പറഞ്ഞാൽ ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പണിയുണ്ട് എടുത്തിട്ട് കിട്ടുന്ന കാര്യമല്ല. ഈമാൻ ഒരാൾക്ക് അള്ളാഹ് കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മളൊന്നും ആഗ്രഹിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല, പക്ഷെ അള്ളാഹ് ഔദാര്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. പക്ഷേ അതല്ല വലിയ കാര്യം, അത് വലിയ കാര്യമാണ്, പക്ഷേ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്, അതിൽ നേരെ ചൊവ്വ നിൽക്കാൻ പറ്റുക എന്നുള്ളത്. ബാക്കി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടുക എന്നുള്ളതിനേക്കാൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് കറാമത്തുകൾ, ഒരുപാട് കറാമത്തുകൾ, സംഭവങ്ങൾ, മുൻകാല ചരിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ അതിലേറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഉത്തമ സമുദായമായ സ്വഹാബാക്കൾക്കിടയിൽ കറാമത്തുകൾ കുറവായിരുന്നു. എന്നാൽ താബീയങ്ങൾക്കിടയിലും താബീയങ്ങൾക്കും മഹത്തരമായ കറാമത്തുകൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ട് അബു മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുല്ലാ. അത്ര വരെ വലിയ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അസ്വദ് അൽ അനസിയാണോ മുസൈലിമയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അമൽ മുസൈലിമയാണോ തോന്നുന്നു. ഇദ്ദേഹം മുസ്ലിം ആയതിൻ്റെ പേരിൽ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടുന്ന് തിരിച്ചു വന്നിട്ട് ഈ ഉമ്മത്ത് ഇബ്രാഹിം ഹാദി ഉമ്മ, ഈ ഉമ്മത്തിലെ ഇബ്രാഹിമാണെന്ന് അറിയപ്പെടുന്നത് അബു മുസ്ലിം അൽ ഖൗലാനി എന്ന് പറയുന്ന റഹ്മഹുല്ലാ. അത്ര വലിയ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും സഹാബാക്കളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ കറാമത്തായിട്ട് ഇതുകൊണ്ടൊക്കെ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ കറാമത്ത് അത് ഇസ്തിഖാമത്താണ്. കാരണം താബീങ്ങളിലും തമിഴ് താബീങ്ങളിലും ഒരുപാട് ഖവാരിജുകളുടെയും വിശ്വാസപ്പിഴവുകളുടെയും പല പ്രശ്നങ്ങളായിട്ട് പഴച്ച് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സഹാബാക്കൾ അവരുടെ ദീനിൽ ഉറച്ചു നിന്നായിരുന്നു. ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനൊരു പോറലേൽക്കാതെ കൊണ്ടുപോയി മരണം വരെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി വലിയ നിഅമത്താണ്, അത് വലിയ നിഅമത്ത്. അത് ഈമാനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് സഹോദരങ്ങളെ വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് നടന്നോട്ടെ ഇതെൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ് എന്നും അതെനിക്ക് നന്മ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള വിശ്വാസം. രണ്ടാമത്തേത്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമുക്ക് എത്ര വെറുപ്പുള്ളതാണെങ്കിലും അത് എൻ്റെ ദീനിൻ്റെ നിയമമാണ് എന്നുള്ളത് ഉൾക്കൊള്ളൽ. മൂന്നാമത്തേത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃക അത് ഞാൻ ജീവിതത്തിൽ പകർത്തുമെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലും ആ തൃപ്തിപ്പെടലും ആ റിസാലത്തിലും ഇത്തിബായിലും കഠിനമായി ശ്രമിക്കലും ഈമാൻ്റെ ആസ്വാദനം ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു തആല വലിയ മിന്നത്ത്, വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത് പറഞ്ഞ കാര്യമാണ്. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ, വേദഗ്രന്ഥം മോദിത്തരുന്ന, കിതാബ് പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നിയോഗിച്ചു എന്നുള്ളത്. അതുപോലെ നിങ്ങൾ വലാലത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയും. അതുപോലെ മറ്റൊരായത്തിൽ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് റഊഫും റഹീമുമായ നല്ല സിഫത്തുകൾ പറഞ്ഞിട്ട് ഒരു റസൂലിനെ അയച്ചെന്നാണ്. ഈ റസൂലിനെ സ്നേഹിക്കാതെ പ്പെടാതെ എങ്ങനെ ഒരാൾക്ക് ഈമാനിൽ വളർച്ച ഉണ്ടാവുക?
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തെരഞ്ഞെടുത്ത് തന്ന ഏറ്റവും മഹത്തരമായ അനുഗ്രഹങ്ങളൊന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വാസം ശക്തിപ്പെടുത്തുക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തുക, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ ഇത്തിബാ ചെയ്യുക. കാരണം ആ ഇത്തിബാ ചെയ്യൽ എന്തുമായിട്ടാണ് ബന്ധം എന്നറിയോ? അള്ളാഹുവിനോടുള്ള ഹുബ്ബുമായിട്ടാണ്. സഹാബാക്കൾ പറയുമായിരുന്നു, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയത് എന്താ അറിയോ? ഖുൽ, നമ്മളോട് ഓരോരുത്തരോടുമുള്ള ആയത്തായിട്ട് നമ്മൾ കേൾക്കണം. നമ്മൾ ചോദിക്കാൻ പറയും, ആരാ ഏറ്റവും കൂടുതൽ സ്നേഹം? ചെറിയ കുട്ടികൾ വരെ പറയും, ആരോടാ? അള്ളാഹിനോട്. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതലേ ആരോടാ സ്നേഹം ചോദിച്ചാൽ അള്ളാഹിനോട് പറയണം, രണ്ടാമത് നബിയോടാ പറയണം, മൂന്നാമത് ഉമ്മാനോടാ പറയണം. കുട്ടികളങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു പറയാനും അറിയാം. ഇവിടെ പറയാനുള്ള ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ്. ആരോടാ പറയണറിയോ? സ്വഹാബാക്കൾ. ഞങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബാക്കളോട്, അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞ സ്വഹാബാക്കളോട് അള്ളാഹ് പറയാണ്, ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റണമെന്ന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്ന് പറയുക. യുഹ്ബിബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. അപ്പോൾ അള്ളാഹ് അവരെ സ്നേഹിക്കും, അവരെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിബന്ധന എന്താണെന്നറിയോ? അത് തെളിയിക്കേണ്ടത് എങ്ങനെ അറിയോ? ഫത്തബിഊനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്യും. ഒരുത്തൻ തൻ്റെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിൽ ശ്രദ്ധ കാണിക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി നമുക്ക് സാക്ഷ്യം വഹിക്കാം, അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണ്. അതിനുള്ള തെളിവാണത്. അതുകൊണ്ട് എന്തൊരു സുന്നത്ത് കേട്ടാലും, അത് സ്വഭാവത്തിലായിക്കോട്ടെ, ജീവിതത്തിലായിക്കോട്ടെ, ഇബാദത്തിലായിക്കോട്ടെ, സംസാരത്തിലായിക്കോട്ടെ, ഉറക്കത്തിലായിക്കോട്ടെ, എന്തൊരു സുന്നത്താണോ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഠിനമായി പ്രയത്നിക്കുക. അത് നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനത് ശ്രദ്ധിക്കും, അവനതിന് ശ്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഈമാനുമായിട്ട് അത്ര ബന്ധമുണ്ട് എന്നായി പറയുന്നത്. ഈമാനുമായിട്ടുള്ള ബന്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നത് അത്ര ബന്ധമുണ്ട്. ഇത് മനസ്സിലായ ഒരാൾക്ക് എങ്ങനെ പിന്നെ താടി പഠിക്കാൻ പറ്റുക? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേഷം ശരിയാണെങ്കിൽ താഴെ തിരിക്കാൻ പറ്റുക? അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന് അവനെങ്ങനെ എതിർക്കാൻ പറ്റുക? അവനെങ്ങനെയാണ് അത് പിൻപറ്റാതിരിക്കാൻ പറ്റുക? വല്ലാഹി അവൻ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ എന്തോ കപടത വെച്ചിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ എന്തോ കപടത വെച്ചതവനാണ്. അവന് സാധിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവൻ്റെ വ്യക്തി താല്പര്യത്തിൻ്റെ മേൽ ഒഴിവാക്കുന്നത്. അതായത് അവൻ അത് വേണ്ട എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കുന്നത്. അത് അവന് എന്തോ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ എന്തോ ഒരു പ്രശ്നം, കപടത എന്നുള്ളത് നിഫാഖിൻ്റെ അർത്ഥത്തിലല്ല, എന്തോ ഒരു അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലുള്ള എന്തോ ഒരു കുറവിൻ്റെ ഒരു കാരണമാണ് അതിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. മക്കളോട് ആരോടാ സ്നേഹം? അള്ളാഹിനോടാണ്, രണ്ടാമത് റസൂലിനോടാണ്. അത് പറയേണ്ടത് അള്ളാഹുവിനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മോനെ, അതിനുള്ള തെളിവ് നീ അള്ളാഹുവിനെ റസൂലിനെ പിൻപറ്റുന്നു എന്നുള്ളതാണ്, നാവ് കൊണ്ട് പറയലല്ല. അതുകൊണ്ട് ഗൗരവത്തിൽ വിഷയം മനസ്സിലാക്കുക. വളരെ മഹത്തരമായ, നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ആയത്താണിത്. അടുത്തത് ഷെയ്ഖ് പറയുകയാണ്, വഫി സഹീഹുൽ മുസ്ലിം, സഹീഹ് മുസ്ലിമിൽ മിൻ ഹദീസ് സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് അസ്സഖഫി, സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് അസ്സഖഫി എന്നുള്ള ഹദീസ്, ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്, എനിക്ക് ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു തരണം, ഞാൻ നിങ്ങൾക്ക് ശേഷം വേറൊരാളോടും ചോദിക്കേണ്ടി വരുന്നത് പിന്നെ അതിനെ പറ്റിയിട്ട്. അങ്ങനത്തെ ഒരു വാക്കൊക്കെ പറഞ്ഞു തരണം, ഒരു കാര്യം പറഞ്ഞു തരണം, പിന്നെ വേറൊരാളോടും ചോദിക്കേണ്ടി വരാത്ത, അഥവാ അത്രത്തോളം വ്യക്തമായിട്ടുള്ള എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് തുമ്മ ഇസ്തഖിം, നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുക, തുമ്മ ഇസ്തഖിം, പിന്നെ ഇസ്തിഖാമത്തുള്ളതാവുക. ഇതാണ് പറഞ്ഞത്. അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാവുക, അതുപോലെ തന്നെ സുമ്മസ്തഖിം, പിന്നെ നേരെ ചൊവ്വേ നിൽക്കുക.
നേരെ ചൊവ്വേ ആ ആമന്തു ബില്ല പറഞ്ഞതനുസരിച്ച് നിൽക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവനും അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവൻ്റെയും വാക്കും പ്രവർത്തനവും ജീവിതവും രണ്ടും വ്യത്യസ്തമായിരിക്കണം. അതാണ് നാം പറയുന്നത്. ഒരു ഉദാഹരണത്തിന് നമുക്കൊന്ന് മനസ്സിലാകും, നമ്മുടെ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട വിഷയം പറയാം. ഒരു മാർക്കറ്റ്, നമ്മളൊക്കെ കച്ചവടക്കാരുണ്ടാവും, പല ജോലിക്കാരുണ്ടാവും, എന്തുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു പീഡിയ മുറികളുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം ഉണ്ട്, ഇപ്പുറത്ത് ഒരു വിഗ്രഹാരാധകനുണ്ട്, ഇപ്പുറത്ത് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ട്, അങ്ങനെ മറ്റു ഇതാകുന്നുണ്ട്. അപ്പോൾ ആ ബിൽഡിങ് ഒറ്റയ്ക്ക് കത്തിപ്പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടത്തിൽ വലിയൊരു എന്തോ സംഭവിച്ചു. ആ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 3 കൂട്ടരുടെ വാക്ക് അത് ബാക്കിയുള്ളവരൊക്കെ ഒരുപോലെയാണെങ്കിലും ആമൻതു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ്റെ വാക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. അവന് അവൻ പറയുന്ന വാക്കും പ്രവൃത്തിയും എല്ലാം ഇസ്തിഖാമത്തുള്ള, അഥവാ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളതിൽ നേരെ ചൊവ്വേ നിന്നുകൊണ്ടുള്ള വാക്കുകളായിരിക്കും പിന്നെ അവൻ പറയേണ്ടത്. ഇത് ജീവിതത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മൾ അള്ളാഹുവിൽ എത്രത്തോളം ഈമാനുണ്ടോ അതിൻ്റെ നേരെ ചൊവ്വയുള്ള നിലനിൽപ്പ് കാണിക്കണം. ഷെയ്ഖ് അതാണ് അടുത്ത് പറയുന്നത്, അന്നൽ അബ്ദ ഇദ ഇഅ്തറഫ ബിൽ ഈമാനി ളാഹിറൻ വബാത്തിന. ഒരടിമ അംഗീകരിക്കുകയാണ്, നമ്മളൊക്കെ ഒരടിമ അംഗീകരിച്ചു കൊടുക്കുകയാണ്, ലാഹിറും ബാഹ്യവും ആന്തരികമായിട്ടുള്ള ഈമാൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയാണ്. ثم استقام عليه قولا وعملا وفعلا وتركا فقد كمل امره واستقام على الصراط المستقيم. പിന്നെ ഇത് പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ കൗല് കൊണ്ടും അമല് കൊണ്ടും ഫിഅല് കൊണ്ടും, അതായത് അവൻ്റെ വാക്കുകൊണ്ടും അവൻ്റെ പ്രവർത്തനം കൊണ്ടും അതുപോലെ തന്നെ അവൻ്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെ അവന് അതിൽ നേരെ ചൊവ്വേ നിൽക്കുകയാണ്. എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് നിൽക്കുകയാണ് എങ്കിൽ വസ്തഖാമ അല സിറാത്തുൽ മുസ്തഖീം, നേരായ ചൊവ്വയിൽ നിൽക്കുകയാണെങ്കിൽ അതാണ് സിറാത്തുൽ മുസ്തഖീമിൽ നിൽക്കുന്ന അവസ്ഥ. അതായത് ഈമാനി പറഞ്ഞു, ഇതൊക്കെ ഞാൻ അംഗീകരിച്ചു എന്ന് പറയൽ മാത്രമല്ല, ഇത് ജീവിതത്തിൽ നേരെ ചൊവ്വേ കാണിച്ചു കൊടുക്കുകയും വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നാം ഓരോരുത്തരുടെയും ഹൃദയത്തെ ഭയം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും മനസ്സിലാക്കേണ്ട, ഭയവും പ്രതീക്ഷയും എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരായത്താണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ആര്, എങ്ങനെയുള്ളവർ? അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞവർ. സുമ്മസ്തഖാമു, ആ റബ്ബ് അള്ളാഹുവാണ്, ഇലാഹ് അള്ളാഹുവാണെന്ന് അംഗീകരിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് നേരെ ചൊവ്വേ നിൽക്കുകയും, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, എൻ്റെ റാസിഖ് അള്ളാഹുവാണ്, എൻ്റെ ഖാലിഖ് അള്ളാഹുവാണ്, എൻ്റെ മാലിക് അള്ളാഹുവാണ്, എൻ്റെ മുദബ്ബിർ അള്ളാഹുവാണ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് അംഗീകരിക്കുകയും ജീവിതത്തിൽ അതിനനുസരിച്ച് നിൽക്കുകയും ചെയ്തവൻ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലായിക്കത്തുകൾ ഇറങ്ങും. മരണസമയത്ത് അവസാന സമയത്ത് മലായിക്കത്തുകൾ അവരിലേക്ക് ഇറങ്ങി വന്ന് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടണ്ട, മരണത്തിന് ശേഷം എന്താ ഉണ്ടാവുക എന്നതിനെ കുറിച്ചിട്ട് ഭയപ്പെടണ്ട. വലാ തഹ്സനു, നിങ്ങളിവിടെ വിട്ടേച്ച് പോകുന്ന നിങ്ങളുടെ മക്കളെയോ ഭാര്യമാരെയോ കുടുംബത്തെയോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. വബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള എങ്ങനെയുള്ള ആളുകളോടാ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷ വാർത്ത നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, മരണം നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ മലായിക്കത്തുകൾ ഭയപ്പാടോടുകൂടി നിൽക്കുന്ന ആ അവസ്ഥയിൽ, മരണം തീർച്ചയായിട്ടും ഭയപ്പാടുള്ളത്, വേദനയുള്ളതാണ് മരണം. ആ സമയത്ത് മലായിക്കത്തുകൾ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, നിങ്ങളൊരു ദുഃഖം ദുഃഖിക്കണ്ട, നിങ്ങൾ ഒരു അവസ്ഥ ഉണ്ടായാൽ മതി. നിങ്ങൾ ഇത്ര കാലം കേട്ടിട്ടില്ലേ സ്വർഗത്തെ പറ്റിയിട്ട്, സ്വർഗത്തിലെ ആസ്വാദനങ്ങളെ പറ്റിയിട്ട്? അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ദുനിയാവിൻ്റെ ഇച്ഛകൾ പിടിച്ചു വെച്ചത്? ദുനിയാവിൽ ഇഷ്ടമുള്ള പല കാര്യങ്ങൾ ഉണ്ടായിട്ടും അത് വേണ്ടാന്ന് വെച്ചത്, പല ഹറാമുകൾ ഉണ്ടായിട്ടും അത് ഒഴിവാക്കിയത് അതിനു വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ സന്തോഷിച്ചോളി, അതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചോളി, അത് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചോളി. എന്നിട്ട് പറയാണ്, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളായിരുന്നു, മുഅ്മിനീങ്ങളുടെ കൂട്ടുകാർ. മുഅ്മിനീങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് അവരെ പലപ്പോഴും പ്രോത്സാഹിപ്പിക്കാൻ, അവരെ സംരക്ഷിക്കാൻ എപ്പോഴും മലക്കുകൾ അല്ലാഹു തആല ഈമാനിൻ്റെ അളവനുസരിച്ച് അല്ലാഹു തആല നൽകും. ദുനിയാവിൽ വഫിൽ ആഖിറ, പരലോകത്ത് ഞങ്ങളുണ്ട് നിങ്ങളുടെ ഔലിയാക്കളായിട്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ എന്തൊക്കെ കൊതിക്കുന്നുവോ, എന്തൊക്കെ ചോദിക്കുന്നുവോ, അതെല്ലാം
അതെല്ലാം നിങ്ങൾക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ അള്ളാഹു ഇറക്കിത്തരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്കത്. സഹോദരങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഇവിടെ പറഞ്ഞ്, ആരോടാ ഈ പറയണത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു. രണ്ട് കാര്യങ്ങൾ, അതാണ് ഹദീസിലും വന്നത്, ആമൻതു ബില്ലാഹ് തുമ്മ ഇസ്തഖീം. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു പറയാൻ വലിയ പണിയൊന്നുമില്ല, ആർക്കും പറയാം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ വലിയ പണിയില്ല, ആർക്കും പറയാം. പക്ഷേ അത് നാവ് കൊണ്ടും കൽബ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും ജീവിതത്തിൽ ഇസ്തിഖാമത്ത്, അതിനനുസരിച്ചിട്ടുള്ള സംസാരം, അതിനനുസരിച്ചിട്ടുള്ള ചിന്തകൾ, അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇത് ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കുന്ന ഇസ്തിഖാമത്തുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇതാണ് സഹോദരങ്ങളെ ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കി. ഈമാന് പറഞ്ഞടക്കാനുള്ള കാര്യമല്ല. ഈമാന് ഇത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടന്നിട്ട് ഇങ്ങനെ പറഞ്ഞെടുക്കാനുള്ള കാര്യമല്ല, തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിൽ, ഓരോ അവസ്ഥകളിൽ, ഓരോ സമയങ്ങളിൽ ഇതുപോലെയുള്ള ഈ ഹദീസുകളുടെ ആശയത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു അടുത്ത ഹദീസ് ശൈഖ് കൊടുക്കുന്നത്, ആമൻതു ബില്ലാ എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഇപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം? ആമൻതു ബില്ലാ എന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഹദീസാണ്. വഫി ഹദീസ് ഇബ്നു അബ്ബാസ് അൽ മുത്തഫഖൻ അലൈഹി ഫി വഫ്ദി അബ്ദുൽ ഖൈസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മുത്തഫഖൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസാണ്. ഈ വഫ്ദി അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിൻ്റെ ഒരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. അതൊരു ഗോത്രമാണ്, പേര് എനിക്ക് ഓർമ്മയില്ല. ഹീന വഫദു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിലേക്ക് വന്ന് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടും ഇസ്ലാം സ്വീകരിക്കാനും ഇസ്ലാം പഠിക്കാനൊക്കെ ഓരോ ദൗത്യ സംഘങ്ങൾ വന്നിരുന്നു. ആ സംഭവമാണ് പറയുന്നത്. അങ്ങനെ വന്നിട്ട് ഹൈഫു ഖാലു, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുർനാ ബി അംരിൻ ഫസ്ലിൻ നുഖ്ബിറു ബിഹി മിൻ വറാഇന മൻ വറാഅന വനദ്ഖുലു ബിഹിൽ ജന്ന. റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കണം, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞങ്ങളുടെ ഒപ്പം വരാത്ത ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള അവർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാനും കാരണമാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ വസഅലൂഹു അനിൽ അശ്രിബ, അങ്ങനെ അവർ പിന്നെ കുടിക്കുന്ന കാര്യങ്ങളിൽ, അതായത് എന്തൊക്കെ കുടിക്കാം, അതിൽ ഹറാമും ഹലാലും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഫഅമറഹും ബി അർബഈൻ വനഹാഹും അൻ അർബഈൻ, അവർ 4 കാര്യങ്ങളോട് കൽപ്പിച്ചു, 4 കാര്യങ്ങൾ വിരോധിച്ചു. അങ്ങനെ ആ സംഭവം ഇങ്ങനെ പറയാണ്. അത് കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഹദീസിൽ പറയാണ്, ഇബ്നു അബ്ബാസ് അമറഹും ബിൽ ഈമാനി ബില്ലാഹി വഹ്ദഹു, അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ബിൽ ഈമാനി ബില്ലാഹി വഹ്ദ, അള്ളാഹുവിന് മാത്രം ഈമാൻ ഉണ്ടാവുക, അതായത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിൽ ഈമാൻ ഉണ്ടാവുക എന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അപ്പോൾ നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മളെന്താ മറുപടി പറയാമെന്ന് ആലോചിക്കണം. അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദ, നിങ്ങൾക്കറിയോ എന്താണ് അള്ളാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി, നമ്മൾ എന്താണ് അതിന് നമുക്കൊരു മറുപടി ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ വെറുതെ നമ്മളോട് ഉള്ളിലൊന്ന് ചോദിച്ചു വെക്കുക. റസൂലുള്ള ചോദിക്കുകയാണ് അവരോട്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കണം, ശരി ആയിക്കോട്ടെ പോയി. റസൂൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണെന്നറിയോ, അള്ളാഹുവിൽ വിശ്വാസം പറഞ്ഞാൽ എന്താണെന്നറിയോ ചോദിക്കുക. നമ്മൾ ഇത്ര കാലമായിട്ട് നമുക്ക് എന്താണ് മറുപടി പറയാനുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അള്ളാഹുവിൽ വിശ്വാസം. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു, ഖാലു അല്ലാഹു റസൂലു അലം, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചുള്ള ആൾക്കാർ ഞങ്ങൾക്കറിയാം, അള്ളാഹുവിനും റസൂലിനെ അറിയുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് ഈമാനു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ ഇഖാമിസ് സ്വലാഹ് വ ഈതാഇസ് സകാ വ സൗമി റമളാൻ വ അൻ തുഅതു മിനൽ മഗ്നമിൽ ഖംസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിലും മുഹമ്മദ് റസൂലുള്ളാഹിയിലുമുള്ള ഷഹാദത്ത്, നമസ്കാരം നിർവഹിക്കൽ, സക്കാത്ത് കൊടുക്കൽ, നോമ്പ് നോൽക്കൽ, വൻ തുഅതു മിനൽ മഗ്നമിൽ അൽ ഖംസ്, അതായത് യുദ്ധത്തിൻ്റെ ഗനീമത്ത് സ്വത്തിൽ 5-1 ഭാഗം അള്ളാഹുവിനും റസൂലിനും വേണ്ടി കൊടുക്കുക എന്നുള്ളത്. ഈ കാര്യങ്ങളാണ് അൽ ഈമാനു ബില്ലാഹ് എന്നുള്ളത്. ഇവിടെ ഞാൻ പറഞ്ഞെന്താ അറിയോ, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിലുൾപ്പെട്ട കാര്യം തന്നെയാണ് അഅ്മാലുകൾ, ലാഹിറായിട്ടുള്ള അഅ്മാലുകൾ, നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും. ചില ആളുകൾ പറയും അള്ളാഹുവിൽ നല്ല വിശ്വാസമുണ്ട്, എന്നാൽ അവന് നമസ്കാരമില്ല, സക്കാത്ത് കൊടുക്കില്ല, ബാക്കിയുള്ള അവൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്തല്ല, ശരിയല്ല. അള്ളാഹുവിലുള്ള വിശ്വാസം ഇതാണ് പറഞ്ഞത്. നമ്മൾ ഈമാൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. ഈമാൻ അഅ്മാലുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു അമാലുകളുമായി ബന്ധപ്പെടാതെ ഈമാനില്ല.
അതുകൊണ്ട് തന്നെ അത് വ്യക്തമാക്കി തരികയാണ്. എന്താണ് ഈമാനും അമാലുകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാക്കി തരികയാണ് ഈ ഗ്രന്ഥത്തിൽ. അത് വിശദീകരിച്ച് തരിക. അതിനുള്ളൊരു പ്രധാനപ്പെട്ട തെളിവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനു ബില്ലയിൽ ഈ 5 കാര്യങ്ങൾ പറഞ്ഞത്. ഈ ഹദീസിൻ്റെ ബാക്കിയിൽ ഇതുകൂടും കാണാം. വനഹാഹും അൻ അർബഈൻ, 4 കാര്യങ്ങളെ കൊണ്ട് വിരോധിച്ചു അവരെ. അത് അനിൽ ഖൻതമി വദ്ദുബാഇ വന്നഖീരി വൽമുസഫത്ത്. ഇത് 4 പറഞ്ഞാൽ അന്ന് കാലത്ത് മദ്യം ഒഴിച്ചു വെച്ചിരുന്ന പാത്രങ്ങളാണ്. ഇന്ന് നമ്മൾ പറഞ്ഞാൽ മദ്യത്തിൻ്റെ ബ്രാൻഡുകളാണ്. അവരുടെ ഓരോ ഇനങ്ങൾ, ഓരോ ടൈപ്പ് മദ്യങ്ങളാണ്. അതിനെ ഒക്കെ ഒരു കുടിക്കേണ്ടെന്ന് ചോദിച്ചല്ലോ, അതിന് നഹി ചെയ്തതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫളുഹുന്ന വഅഖ്ബിറൂ ബിഹിന്ന മൻ വറാഅക്കും. നിങ്ങൾ പഠിച്ചുകൊള്ളുക, നിങ്ങളുടെ വീട്ടിലുള്ള, നിങ്ങളുടെ നാട്ടിൽ നിങ്ങോട്ട് വരാത്ത ആളുകളെ നിങ്ങളിത് അറിയിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതെന്താണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു കാര്യം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്താണ് ഈമാനു ബില്ലാ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ നാം മനസ്സിലാക്കണം. പിന്നെ ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം നാവ് കൊണ്ട് പറയൽ മാത്രമല്ല, കൽബ് കൊണ്ട് വിശ്വസിക്കൽ മാത്രമല്ല, അമാലുകളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഈമാൻ വർദ്ധിക്കണമോ, നമ്മുടെ അവയവങ്ങളെ നിർബന്ധിച്ചു കൊള്ളുക, നമ്മുടെ അവയവങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക. അതിൻ്റെ അനന്തരഫലം നമ്മുടെ കൽബിലെ വിശ്വാസത്തിൽ കാണും, അത് നമ്മുടെ നാവിലും കാണാൻ സാധിക്കും. നമ്മൾ ഇതാണ് ഈമാൻ കുറവാണ്, എന്താ ചെയ്യുക? ഇതാണ് വഴിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അമാലുകൾ കൊണ്ട് അടുക്കുക, കൂടുതൽ ദിക്ർ കൊണ്ട് അടുക്കുക. നമ്മുടെ കൽബിലെ ഈമാൻ ധാരാളമായി വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല അതിലുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എടുക്കണോ? അടുത്ത ഹദീസ് വഫീ സുനൻ അബീ ദാവൂദ്. സുനൻ അബീ ദാവൂദിൽ ഒരു ഹദീസ് കൊടുക്കുകയാണ്. അൻ അബീ ഉമാമ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് വഅഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഈമാൻ പൂർത്തീകരിക്കുന്ന ആളുകളെ പറ്റി പറയാം. ഈമാൻ പൂർത്തീകരിച്ച, ഈമാനിൻ്റെ പൂർണ്ണതയിലെത്തിയ ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ്, ആരാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നത്, അള്ളാഹുവിന് വേണ്ടി വെറുക്കുന്നത്, ദേഷ്യപ്പെടുന്നത്, വഅതാലില്ല വമനഅലില്ല, അള്ളാഹുവിന് വേണ്ടി നൽകുന്നു, അള്ളാഹുവിന് വേണ്ടി തടയുന്നു, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാൻ പൂർത്തീകരിച്ചു. ഒരു ശൈഖ് പറയാണ്, ഫൽ ഹബ്ബു വൽ ബുഗ്ള്, ഹബ്ബും ദേഷ്യവും അള്ളാഹുവിന് വേണ്ടിയാവുന്നത് ഫിൽ ഖൽബി വൽ ബാത്തിൻ, അത് കൽബിൽ ഉണ്ടാവുന്ന കാര്യമാണ്. ഒരാളെ സ്നേഹിക്കുക, ഒരാളെ വെറുക്കുക എന്നുള്ളത് ഒരു തന്നെ കൽബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വൽ അതാ വൽ മന, ഒരാൾക്ക് നൽകലും തടയലും ബാഹ്യമായ കാര്യത്തിൽപ്പെട്ടതാണ്. അതായത് ഈമാൻ പൂർത്തീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആന്തരികമായി കൽബുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു, ബാഹ്യമായി ചെയ്യേണ്ട 2 കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ശൈഖ് പറയാണ്, വഷ്തറത ഫീഹാ കുല്ലുഹാ അൽ ഇഖ്ലാസ്. എന്നാൽ ഈ കാര്യത്തിനൊക്കെ എന്ത് വേണം? ലില്ലാ, ഇഖ്ലാസ് വേണം. ആന്തരികമായിക്കോട്ടെ ബാഹ്യമായിക്കോട്ടെ എന്ത് കാര്യമാവട്ടെ അതിന് ഇഖ്ലാസ് ഉണ്ടാവണം. എന്ന് ശൈഖ് പറയാണ്, അല്ലദീ ഹുവ റൂഹുൽ ഈമാനി വലുബ്ബുഹു വസുറുഹു. ഇതാണ് ഈമാനിൻ്റെ റൂഹ്, അതിൻ്റെ ഏറ്റവും മജ്ജ, അതുപോലെ അതിൻ്റെ ഏറ്റവും രഹസ്യം എന്ന് പറഞ്ഞാൽ ഇഖ്ലാസാണ്. എന്ത് കാര്യമായിക്കോട്ടെ സഹോദരങ്ങളെ, എന്ത് കാര്യവും അത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രമാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ഈമാനിൻ്റെ പൂർണ്ണത. നമ്മളിതാണ് ഫൽ ഹബ്ബു ഫില്ലാ, ഒറ്റൻ അള്ളാഹിനെ സ്നേഹിക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുകയാണ്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. അതിലെന്തൊക്കെയാണ് വരുന്നത്? അതിൽ ശൈഖ് പറയാണ്, വയുഹിബ്ബു മാ യുഹിബ്ബുഹു മിനൽ അഅമാലി വൽ ഔഖാതി വൽ അസ്മാനി വൽ അഹ്വാൽ. എന്താണോ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ, ഇഷ്ടപ്പെടുന്ന സമയങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാലങ്ങൾ, ഇഷ്ടപ്പെടുന്ന അവസ്ഥകൾ, അങ്ങനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, അങ്ങനെ അമ്പിയാക്കളെ പിൻപറ്റുന്നവർ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ആ ഗുണങ്ങളുള്ള ആളുകളുണ്ടോ, അതിൻ്റെ പേരിൽ മാത്രം അവരെ സ്നേഹിക്കാൻ പറ്റുക. അതിൻ്റെ പേരിൽ മാത്രം, മറ്റൊരു ആവശ്യം നമുക്കില്ല. ഒരുത്തനെ സ്നേഹിക്കുന്നത് കൊണ്ടോ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ വേറൊരു ആവശ്യമില്ല. പക്ഷെ അവൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം സ്നേഹിക്കാൻ പറ്റുക. അതുപോലെ തന്നെ വൽ ബുഗ്ളു ഫില്ലാ, അല്ലാഹു തആലയ്ക്ക് വേണ്ടി വെറുക്കുക. അല്ലാഹു തആല ധിക്കരിക്കുന്നവൻ, അല്ലാഹു തആലയുടെ അനുസരണക്കേട് കാണിക്കുന്നവൻ, അതുപോലെ തെമ്മാടിത്തരത്തിലേക്ക്, ബിദ്അത്തുകളിലേക്കൊക്കെ, ശിർക്കിലേക്കൊക്കെ ക്ഷണിക്കുന്നവൻ, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം വെറുക്കുക.
മറ്റൊരു കാര്യം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ദുനിയാവിൻ്റെ എന്ത് വിഷയവും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ അള്ളാഹു തആല വെറുക്കുന്ന കാര്യങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ മാത്രം ഒരു വെറുപ്പുണ്ടാവുക. അതുപോലെ നൽകുന്നത്, പിന്നെ ദാനധർമ്മങ്ങളാവട്ടെ, ചെലവഴിക്കലാവട്ടെ, എന്തോ ആവട്ടെ, അത് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ട് മാത്രം. തടയുന്നത്, ഒരാൾക്ക് എന്തെങ്കിലും തടയപ്പെടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു കാരണം കൊണ്ടല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനൊരു ഹറാമിൽ ചെയ്യാനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണ്, അതിൻ്റെ പേരിൽ മാത്രം തടയുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ ഈമാനിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി. ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്തരികമായ കാര്യങ്ങൾ പറഞ്ഞു, ബാഹ്യമായ കാര്യങ്ങൾ പറഞ്ഞു. അത് രണ്ടിനും നിബന്ധന എന്താണ്? ലില്ലാ, ഇഖ്ലാസോട് കൂടിയുള്ളതായിരിക്കണം. അതാണ് ഈമാനിൻ്റെ റൂഹ് എന്നുള്ളത്. ഒരു ഹദീസ് തിർമിദിയിലും നസായിലും കൊടുത്തുള്ള ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അൽ മുഅ്മിനു മൻ അമിനഹുന്നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവനിൽ നിർഭയത്വമുള്ളവരാണ്, അഥവാ അവനിൽ ഒരു വിശ്വാസമുള്ളവരാണ്. ജനങ്ങളുടെ അലാ ദിമാഇഹിം അംവാലിഹിം, അവരുടെ സ്വത്തിലും അവരുടെ രക്തത്തിലും അവരുടെ ശരീരത്തിലും സമ്പത്തിലുമെല്ലാം അവർ അവനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവനെക്കുറിച്ച് നിർഭയത്വമുള്ളവരാണ്. അതാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. അഥവാ ഈ ഒരു മുഅ്മിനിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ ചതിക്കും, അവൻ വഞ്ചിക്കും, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് അവനെ ഏൽപ്പിച്ചാൽ അവൻ അമാനത്ത് ശരിക്കും നോക്കൂല, അല്ലെങ്കിൽ അവന് പിന്നെ ആളുകളെ വെറുതെ ഉപദ്രവിക്കുന്ന, നാവ് കൊണ്ടാവട്ടെ ശരീരം കൊണ്ടാവട്ടെ ഉപദ്രവിക്കുന്ന ആൾ, ഇതെന്തല്ല ഒരു മുഅ്മിൻ്റെ ലക്ഷണത്തിൽ പെട്ട കാര്യമല്ല. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് ആലോചിച്ച് സമാധാനമാണ്, അവനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടാവും. അവൻ ചതിയോ വഞ്ചനയോ ചെയ്യുമെന്നുള്ള ഭയമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുഅ്മിനാണെങ്കിൽ, നമ്മൾ ഈമാനുള്ളവനാണെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ ഭയപ്പെടുകയോ ഇവൻ ചതിക്കുമെന്നുള്ള പേടിയുള്ളവരോ ആകൂല. ചില ആളുകളെ കാണാം, മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളെ, അവരുടെ അടുക്കിലേക്ക് തന്നെ പോകുന്നത് ആളുകൾക്ക് ദേഷ്യമായിരിക്കും. കാരണം സംസാരം കൊണ്ട് വേദനിപ്പിക്കുന്ന, അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സമ്പത്തൊക്കെ എന്തെങ്കിലും ഒരു കച്ചവടക്കാരനായിരിക്കും ചിലപ്പോൾ, പക്ഷേ അവൻ കച്ചവടം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ സമ്പത്ത് ചതിയിലൂടെ പിടിച്ചെടുക്കുന്ന ആളുകൾ. അതുപോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ ശരിയല്ല. ഈമാനാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. പരലോക വിജയത്തിൻ്റെയും ഇഹലോക വിജയത്തിൻ്റെയും അടിസ്ഥാനം ഈമാനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഇന്നലെ ആരോ പറഞ്ഞപ്പോൾ ആലോചിച്ചു, ചില നിരീശ്വരവാദികളുടെ ചില സംസാരങ്ങൾ, ചില മുസ്ലിം പേരുള്ളവർ ദീന് വിട്ടു പോകുന്നത്, അതുപോലുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ദുനിയാവിൻ്റെ ഒരു അവസ്ഥ. ഒരു കൂട്ടം ആളുകൾ ദീനെ വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു, ഒരു കൂട്ടം ആളുകൾ എന്തൊക്കെ ചെയ്തിട്ടും ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ആളുകളുടെ വ്യത്യാസം നമ്മൾ ആലോചിച്ച് നോക്കി. മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരും ഈമാൻ നിലനിർത്താൻ, പാപങ്ങളിൽ വീഴാതിരിക്കാൻ, ശുഭത്തിലും ശഹ്വത്തിലും പെടാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, ഏറ്റവും നല്ല ജീവിക്കാൻ, കഷ്ടപ്പെട്ട് ജീവിക്കാൻ. ചില ആളുകൾക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ദുനിയാവിലേക്ക് മടങ്ങുന്ന അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈമാനുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ ചതിയിൽ നിന്നും അവൻ്റെ വഞ്ചനയിൽ നിന്നും ആളുകൾ നിർഭയത്വമുള്ളവരാവുക എന്നുള്ളത്. നാം പരിശോധിക്കണം, നമ്മൾ ആരെങ്കിലും ആ അവസ്ഥയിലാണോ. ഇവിടെ ഷെയ്ഖ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ ഒരു ഖൗല് കൊടുക്കുന്നുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണമായ ആശയം പറയുന്നിടത്ത് പറയുകയാണ്, ലൈസൽ ഈമാനു ബിത്തമന്നി വത്തഹല്ലി വലാകിന്നഹു മാ വഖറ ഫിൽ ഖുലൂബ് വസദ്ദഖത്ഹു അൽ അഅമാൽ. ഈമാൻ എന്ന് പറഞ്ഞാൽ ലൈസൽ ഈമാനു ബിത്തമന്നി വത്തഹല്ലി, അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന, പ്രതീക്ഷിച്ച് നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ വെറുതെ ഒരു അലങ്കാരം കൊണ്ടു നടക്കാനുള്ള കാര്യം അല്ല. വലാകിന്നഹു മാ വഖറ ഫിൽ ഖുലൂബ്, ഒരുത്തൻ്റെ ഖൽബിൽ നല്ല ഗാംഭീര്യമുണ്ടാക്കുന്ന, കൽബിൽ അങ്ങനത്തെ ഒരു വഖാറത്ത് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. വസദ്ദഖതുൽ അഅമാൽ, ആ കൽബിലുള്ളതിനെ അവൻ്റെ കർമ്മങ്ങൾ സത്യപ്പെടുത്തുകയും ചെയ്യും. അതായത് ഈമാൻ വെറുതെ പറഞ്ഞു നടന്നിട്ട് അതിനെ ഞാൻ മുഅ്മിനാണ് എങ്ങനെ കൊണ്ടു നടന്നിട്ട് നടക്കുന്ന ഒരു പ്രത്യേക ഒരു അലങ്കാരമുള്ള സാധനമൊന്നല്ല. അതൊരുത്തൻ്റെ കൽബിൽ വലിയ ഗാംഭീര്യം ഉണ്ടാക്കുന്നതും അവൻ്റെ കർമ്മങ്ങൾ അവൻ്റെ കൽബിലെ ഈമാനിനെ സത്യപ്പെടുത്തുന്നതുമാണ്. അതായത് നമ്മുടെ അമാലുകളാണ് നമ്മുടെ കൽബിൻ്റെ അകത്ത് ഈമാനിനെ സത്യപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കണം. ഈമാനിൻ്റെ ആഴത്തിലുള്ള മാഷാ അല്ലാഹ് മനോഹരമായൊരു ഗ്രന്ഥമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ
മുല്ലഫിന് ഷെയ്ഖ് ഇമാം അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹി അല്ലാഹു തആല ധാരാളം അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഈമാനെ എത്ര മനോഹരമായിട്ട് അമാലുകളുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണത്. പലർക്കും ഈമാനിനെ എങ്ങനെ കൊണ്ടു നടക്കും, ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഈമാൻ എങ്ങനെ കൊണ്ടു നടക്കണം, അതെങ്ങനെ ഉയർത്തണം, കുറക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈമാനിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയില്ല പലർക്കും. ഈമാനുണ്ട്, വിശ്വാസമുണ്ട്, എനിക്കതെങ്ങനെ കൊണ്ടു നടക്കണം, എങ്ങനെ വളർത്തണം, അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ പലർക്കും അറിയുന്നില്ല. പലരും അതിന് കഷ്ടപ്പെടുന്നുണ്ട്. അതിന് വലിയൊരു മാർഗനിർദ്ദേശം നൽകുന്ന ഒരു കിതാബാണത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനി വരും ദർസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വബില്ലാഹി തൗഫീഖ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ വല്ലാഹി നമ്മൾ ഈമാനുമായി ബന്ധപ്പെട്ട് പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം തെളിയിച്ചു കൊടുക്കേണ്ടി വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള പരീക്ഷണം കൊണ്ടുവന്നു തരും. നമ്മൾ അള്ളാഹിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു, അത് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനുള്ള അവസരം അള്ളാഹ് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവന്നു തരും. ആ സമയത്ത് അത് തെളിയിച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ വിജയം എന്നുള്ളത്. അതായത് ഒരുത്തൻ അള്ളാഹിനെ പറ്റി ഒരു വിശ്വാസം വെച്ചു, അവന് പറഞ്ഞു അള്ളാഹ് റസാഖാണ്, അല്ലെങ്കിൽ അള്ളാഹ് ബസീറാണ്, സമീആണ്. അതവൻ അവൻ്റെ ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കണം, അവൻ്റെ കർമ്മങ്ങളെ കൊണ്ട് തെളിയിച്ചു കൊടുക്കണം. അതാണ് ഈമാനിനുള്ള പരീക്ഷണവും, അതാണ് തൗഹീദിൻ്റെ തഹ്ഖീഖും എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളം സഹായം ചോദിക്കുക. അതിനു വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാം ഇന്നത്തെ ദുനിയാവിൻ്റെ അവസ്ഥയിൽ നിന്ന്, ശഹവത്തിൻ്റെയും ശുഭത്തിൻ്റെയും കെണികളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാൻ തഹ്ഖീഖ് ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.